എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് യൂഗോയും സാക്കുറയും അവർ രണ്ടുപേരും ഇപ്പൊ ആ ഹയാട്ടിയുടെ പിന്നാലെ അങ്ങനെ പോവാണ്. കാരണം ആ ഹയാട്ടിയുടെ കയ്യിലാണ് ആ ഒരു സ്ക്രോൾ ഉള്ളത്. അതിലാണ് യൂഗോ ഒരുപാട് ഷിനോബികളെ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവര് വെറും ഷിനോബികളല്ല, കക്കൈ ഗംഗൈ പവറുള്ള ഷിനോബീസ് ആണ്. അപ്പൊ യൂഗ അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് അവളുടെ സീനിയർ ഡോക്ടർ പറയും, യൂഗോ നിന്നെ കൊണ്ട് മാത്രമേ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ കഴിയൂ. സാക്കുറയുടെ കൂടെ പോയി അവനെ പിടിച്ച് ആ ഒരു സ്ക്രോള് അത് നീ കൊണ്ടുവരണം. അതിന് യൂഗോ അവള് പറയും, ആ ഹയാട്ടി അവനാണ് എന്റെ ലവർ. അതിനാ സീനിയർ ഡോക്ടർ പറയും, ഇപ്പൊ നമ്മുടെ മുൻപില് വേറെ വഴിയില്ല, നീയാണ് നമ്മുടെ കൂടെയുള്ള എലൈറ്റ് ഷിനോബി, നിന്നെ കൊണ്ട് മാത്രമേ അവനെ തടയാൻ കഴിയൂ. അപ്പൊ യൂഗോ അവളിപ്പോ അവനുമായിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് അവർ രണ്ടുപേരും രണ്ട് സ്റ്റിക്കൊക്കെ വെച്ച് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ഒക്കെ ചെയ്ത് ട്രെയിനിങ് എടുക്കും. അവൻ പറയും, ഞാൻ ഇതിനോടകം 3 തവണ ജയിച്ചു. അതിനവള് പറയും, നീ ഇൻവിസിബിൾ ജിപ്സു അതുപയോഗിച്ചാണ് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയുന്നത്. അവൾക്ക് വാശി കയറി ഇപ്പൊ അവനായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ അടുത്ത സെക്കൻഡില് അവൻ ഇൻവിസിബിൾ ആവും. അവൾ ചുറ്റും നോക്കും, അവനെ കാണാനുണ്ടാവില്ല. ഉടനെ അവൻ പുറകിലൂടെ വന്ന് അവളെ തട്ടും. എന്തു പറ്റി യൂഗോ, നീ പേടിച്ചു പോയോ? നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. കാരണം നീ എൻ്റെ സ്വത്ത് കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ചുംബന ലഹരിയിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. യൂഗോ ആണെങ്കിൽ ഓരോ കാര്യങ്ങള് അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോ ഒരു ഷിനോബി അവനിപ്പോ യൂഗയോട് ചോദിക്കും, ഹയാട്ടി അവന്റെ ശരിക്കുള്ള നേച്ചർ, പവർ അതൊക്കെ നീ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? അതറിയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അവനെ കീഴ്പ്പെടുത്താം. ഉടനെ യൂഗോ അവള് പറയാൻ തുടങ്ങും, ഹയാട്ടി ഗക്ക അവനാണ് ലീഫ് വില്ലേജിൽ തന്നെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്ക്വാഡ് യൂസർ. മാത്രമല്ല അവന് ട്രാൻസ്പെറൻസി സ്കില്ലുണ്ട്. അതുപയോഗിച്ച് അവന് വളരെ എളുപ്പത്തിൽ ഇൻവിസിബിൾ ആവാൻ കഴിയും. ഉടനെ ഷിനോബികള് അവരെല്ലാവരും പ്രിപ്പയർഡായി ഹയാട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് അവന്റെ പിന്നാലെ പോവാണ്. കട്ട് ചെയ്ത ഹയാട്ടിയും ബാക്കി രണ്ടുപേരും അവരിപ്പോ സ്പീഡില് മുൻപോട്ട് ചാടി ഓടും. അപ്പ ഹയാട്ടി കാണും നമ്മുടെ ആൾക്കാര് അവരെ ഫോളോ ചെയ്യുന്നത്. ഹയാട്ടിയും ടീമും അവരെന്തെങ്കിലും ചെയ്യും മുമ്പേ അവിടെ ഉണ്ടായിരുന്നൊരു ബോംബ് അതങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. ആ ബോംബ് പൊട്ടി തെറിച്ചാലും അവര് 3 പേരും ഇപ്പൊ വീണ്ടും പഴയതുപോലെ ആവും. അപ്പൊ അതിലൊരുത്തൻ അവൻ ചിരിക്കും, നമ്മൾ ആക്ച്വലി റിയാനിമേറ്റഡ് ആയി വില്ലേജിലെ ഒരു ഷിനോബി അവനൊരു സീലിംഗ് റോക്ക് പൊക്കിയെടുത്ത് അവന്റെ തലയിൽ അങ്ങനെ ഉടനെ ഹയാട്ടി അവനിപ്പോ അവന്റെ ഒരു ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യും. യൂഗോ ആണെങ്കില് ഇപ്പൊ ഹയാട്ടിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവും. സാക്കുറ ആണെങ്കില് അവന്റെ ക്ലൗണുമായിട്ടും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അപ്പോ ഒരു ഷിനോബി അവനിപ്പോ യൂഗയുടെ അടുത്തേക്ക് വരും. യൂഗ നീ മാറി നിൽക്ക്, ഇവന്റെ കാര്യം ഞാൻ നോക്കാന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ ഹയാട്ടിയായിട്ട് ഫൈറ്റ് ചെയ്യും. ഹയാട്ടി ദേഷ്യപ്പെട്ട് പറയും, എടാ മാറി നിൽക്ക്, ക്ലോസ് റേഞ്ചില് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യരുത്, അത് വലിയ അപകടമാണ്. അടുത്ത സെക്കൻഡിൽ ഹയാട്ടി ഇപ്പൊ അവനെ വെട്ടി വീശും. യൂഗോ ആണെങ്കില് അതുകൊണ്ട് ഷോക്കാവും. ഞാൻ കെയർലെസ് ആയി ഇരുന്നത് കൊണ്ടാണ് നമുക്കിപ്പോ ഒരു ഷിനോബിയെ നഷ്ടപ്പെട്ടത്. അപ്പൊ ഹയാട്ടി അവനിപ്പോ പതിയെ നടന്ന് യൂഗോയുടെ അടുത്തേക്ക് വരും. ഹയാട്ടി പറയും, ഞാനിപ്പോ മറ്റൊരാളുടെ കൺട്രോളിലാണ്, ലീഫ് വില്ലേജിനും നിനക്കും എതിരായിട്ടാണ് ഞാനിപ്പോ പ്രവർത്തിക്കുന്നത്. യൂഗോ ഇപ്പൊ നിനക്ക് മാത്രമാണ് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുക, എന്നെ എത്രയും പെട്ടെന്ന് നീ തന്നെ സീൽ ചെയ്യണം. പക്ഷെ യൂഗോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവളുടെ കയ്യിലുള്ള സ്റ്റിക്ക്, കത്തി എല്ലാം തന്നെ അവള് പോലും അറിയാതെ ഇപ്പൊ അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോകാൻ തുടങ്ങും. യൂഗോയ്ക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് അത് കൂടിക്കൂടി വരും. അവള് പറയും, എന്നെ കൊണ്ട് ഒരിക്കലും നിന്നെ കൺട്രോൾ ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ തിരിഞ്ഞോടും. അവളുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ അവനും ഉഷാറായിട്ട് ഓടും. അപ്പോ ഒരു ഷിനോബി അവരുടെ ഇടയിലേക്ക് വന്ന് ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് സാക്കുറ അവളിപ്പോ അവന്റെ ക്ലൗണുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റിലാണ്. മറ്റൊരു ഭാഗത്ത് ഷിനോബി ആ രണ്ടാമത്തെ വില്ലനെയും ഇപ്പൊ സീൽ ചെയ്യും. ഇവിടെ യൂഗോയ്ക്കാണെങ്കിൽ നല്ല വിഷമാവും. കാരണം ആ 2 ഷിനോബികൾക്കും അവള് കാരണം ഇപ്പൊ നല്ല രീതിയിൽ പരുക്ക് പറ്റി. യൂഗോയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് ഒന്നും ചെയ്യാനാവില്ല. അവൾ ആരും കാണാതെ അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങും. അവിടുന്ന് രക്ഷപ്പെട്ടു പോവാനായിട്ട് ഇപ്പൊ മുൻപോട്ട് പോവും. അത് കണ്ട് സാക്കുറ പറയും, യൂഗോ ഈ ഒരു അവസ്ഥയില് നീ ഞങ്ങൾ ഇട്ടിട്ട് പോവാണോ? അതിനവള് പറയും, ഞാനിവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. അപ്പൊ സാക്കുറ അവളിപ്പോ യൂഗയോട് ചോദിക്കും, നീ എന്തിനാ അൻപു ബ്ലാക്ക് ഓപ്സിൽ നിന്ന് പുറത്തേക്ക് വന്നേ? അത് കേട്ട് യൂഗ അവളിപ്പോ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് അവർ രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ചെയ്ത് കളിക്കുകയാണ്. അപ്പൊ യൂഗോ പറയും, എന്നെയും അൻപു ബ്ലാക്ക് ഓപ്സ് ടീമില് സെലക്ട് ചെയ്തു.
അത് കേട്ട് അവൻ ഒരുപാട് ഹാപ്പിയായി അവൾ കെട്ടിപ്പിടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ അടുത്ത സീൻ കാണിക്കും. യൂഗോ അവൾ ടെൻഷനായിട്ട് ഹയാട്ടി അവനിപ്പോ റൂമിലേക്ക് ഓടി വരികയാണ്. അൻപു ബ്ലാക്ക് ഓപ്സിലുള്ള ഒരുപാട് പേര് മരിച്ചു പോയെന്ന് കേട്ടു. ശരിക്കും എന്താ സംഭവിച്ചേ? അപ്പൊ യൂഗോ അവൾ ഓടി വന്ന് അവനോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഉടനെ കാക്കാഷി മാസ്റ്റർ ആള് പറയും, കബൂട്ടോയുടെ ടീമാണ് ഇവരെ 3 പേരെയും കൊന്നു തള്ളിയത്. ജൂനിയർ എക്സാമിന്റെ പേരും പറഞ്ഞ് കബൂട്ടോയും അവന്റെ സ്പൈയും ഇവിടേക്ക് നുഴഞ്ഞു കയറി. ആക്ച്വലി ഇവരെല്ലാവരും ആ ഒറോച്ചിമാറുവിന്റെ അടിമകളാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഹയാട്ടി അവനാണെങ്കില് കബൂട്ടോയെ അവനെ കണ്ടുപിടിക്കാനായി ഗ്രാമത്തിൽ നിന്ന് പുറപ്പെടും. അവള് കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് നീ പോവരുത്. പക്ഷെ അവനാണെങ്കില് അത് കേൾക്കാൻ തയ്യാറാവില്ല. അവൻ പറയും, ഇതെന്റെ കടമയാണ്, എനിക്കവരെ കണ്ടുപിടിച്ചേ കഴിയൂന്ന് പറഞ്ഞ് അവനിപ്പോ ഗ്രാമത്തിന് പുറത്തേക്ക് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ലീഫ് വില്ലേജ് ഉണരുന്നത് ഹയാട്ടിയുടെ മരണ വാർത്തയുമായിട്ടാണ്. ചേതനയറ്റ അവന്റെ ശരീരം കണ്ട് ഇപ്പൊ യൂഗ അവള് നിലവിളിച്ച് കരയാണ്. യൂഗോ അവളിപ്പോ ഹയാട്ടിയുടെ കല്ലറയിലേക്ക് വരും. അവള് പറയും, ഉറപ്പായിട്ടും നിന്നെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല, ഇതിന് റിവെഞ്ച് ചെയ്യാതെ ഞാൻ എന്നെ അടങ്ങില്ല എന്ന് പറഞ്ഞ് അവളും ഇപ്പൊ ഗ്രാമത്തിന് പുറത്തേക്ക് പോവും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. അവള് പറയും, അതിനുശേഷം എനിക്ക് എന്റെ സ്ക്വാഡ് അതെനിക്ക് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി ഞാനും ഹയാട്ടി ആയിട്ടുള്ള കണക്ഷൻ അത് നിങ്ങൾക്കറിയില്ല. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ ഹയാട്ടിയെ കൊല്ലാൻ കഴിയും? അതിന് സാക്കുറ പറയും, നിന്റെ ഫീലിങ്സ് അതെനിക്ക് മനസ്സിലാവും, കാരണം ഞാനും അതേ ഫീലിങ്സിലൂടെ കടന്നു പോകുന്നവളാണ്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഹയാട്ടി അവന്റെ ഇഷ്ടത്തോടു കൂടെ അല്ല ഇതൊക്കെ ചെയ്യുന്നത്. ആരോ അവനെ കൺട്രോൾ ചെയ്ത് ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഷിനോബികള് അവർക്ക് പരുക്ക് പറ്റി വീണ് കിടക്കുകയാണ്. ഈ സമയത്ത് നീ കൂടെ കൈവിട്ട പിന്നീട് ഒരിക്കലും നമുക്കവരെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. സാക്കുറ അത്രയും പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. ഇവിടെ യൂഗ അവള് വീണ്ടും അവനെ ഓർത്ത് കരയാണ്. അപ്പോ ഒരു ഷിനോബി അവളുടെ അടുത്തേക്ക് വന്ന് ഒരു കത്തി ഇപ്പൊ യൂഗയുടെ കയ്യിൽ കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഹയാട്ടിയുടെ തൊട്ടു മുൻപിലേക്ക് സാക്കുറ അവളുടെ സ്ക്വാഡുമായിട്ട് ഇപ്പൊ അങ്ങനെ ചാടി വരും. അവളെ കാണുമ്പോ തന്നെ ഹയാട്ടിക്ക് മനസ്സിലാവും അവള് സാക്കുറയാണ്. വാവ്, സാക്കുറ നീ ശരിക്കും ഒരുപാട് വളർന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയില് പരസ്പരം കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവൻ പറയും, ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോ, എന്റെ കൺട്രോള് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാക്കുറ തീർത്തു പറയും, ആ സ്ക്രോള് അതെന്റെ കയ്യിൽ തിരികെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചാടി വന്ന് അവനെ ചവിട്ടി താഴെയിടും. ഉടനെ ഹയാട്ടി അവന്റെ ഇൻവിസിബിൾ പവർ അതുപയോഗിച്ച് ഇപ്പൊ സാക്കുറയെ അറിഞ്ചം പുറഞ്ചം വെട്ടും. അവൻ ഓരോ തവണ സാക്കുറ അറ്റാക്ക് ചെയ്യുമ്പോഴും അവളോട് രക്ഷപ്പെടാൻ ഒരുപാട് തവണ പറയും. പക്ഷെ സാക്കുറ അവൾ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്യും. അപ്പൊ കറക്റ്റ് ടൈമില് യൂഗ അവൾ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ ഹയാട്ടിയെ വെട്ടിയെറിയും. പിന്നീട് അവര് 3 പേരും ചേർന്ന് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഫൈറ്റിന്റെ അവസാനം യൂഗ അവള് മൂൺ ലൈറ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് ഇപ്പൊ അവനെ വെട്ടി വീശും. പക്ഷെ അവനിപ്പോ റിയാനിമേറ്റഡ് ബോഡിയാണ്, അതുകൊണ്ട് വീണ്ടും അവൻ പഴയതുപോലെ ആയി മാറും. ആ ഒരു ഫൈറ്റില് ഇപ്പൊ യൂഗയുടെ കയ്യിലും പരുക്കുപറ്റി. ഇവിടെ കബൂട്ടോ ആണെങ്കില് ഇപ്പൊ വീണ്ടും വീണ്ടും ഹയാട്ടിയെ കൺട്രോൾ ചെയ്യും. ഹയാട്ടി ഒരുപാട് വേദനയില് ഇപ്പൊ നിലവിളിക്കാൻ തുടങ്ങും, യൂഗ എന്റെ കൺട്രോള് അത് മുഴുവനായിട്ടും പോയി കഴിഞ്ഞു. പക്ഷെ യൂഗോ അവളാ കറക്റ്റ് സമയത്ത് കത്തിയെടുത്ത് അങ്ങനെ അവന്റെ വയറ്റില് ഇപ്പൊ കുത്തി അങ്ങോട്ട് ഇറക്കും. ആ സമയത്ത് സാക്കുറ അവള് സീലിംഗ് കാർപ്പ് ടീമുമായിട്ട് അവിടേക്ക് ഓടിയെത്തും. അടുത്ത സെക്കൻഡിൽ സാക്കുറയും ടീമും അവനെ സീൽ ചെയ്യും. യൂഗ പറയും, അവസാന സമയത്തും ഹയാട്ടി അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു, താങ്ക് യു സോ മച്ച് ഹയാട്ടി എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.